നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കറിയായിരുന്നു ചേച്ചിക്ക് ഉടനെ തന്നെ ജോലി കിട്ടുമെന്ന്. അതിന് ജോലി കിട്ടിയില്ലല്ലോ, ഇന്റർവ്യൂ അല്ലേ. അതൊക്കെ എന്റെ ചേച്ചിക്ക് തന്നെ കിട്ടും. നോക്കിക്കോ മോളെ, ദൈവം ഒരു കൈ കൊണ്ട് തല്ലിയ മറു കൈ കൊണ്ട് തലോടും. അതങ്ങനെയാ. പിന്നെ കുറച്ചേരം കിടന്നുറങ്ങി. ഉറക്കണീക്കുമ്പോ എല്ലാം മറന്നു കാണുമെന്നാ വിചാരിച്ചു. അല്ല, ഇപ്പോഴും അവൻ അതോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണോ? ഞാൻ ചെന്ന് സമാധാനപ്പെടുത്താം. ജാനകി, ഞാൻ മനഃപൂർവ്വം അവനോട് ദേഷ്യപ്പെടുവോ? നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. അച്ഛൻ അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞാണെന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കടമയില്ലേ നിനക്ക്? അത് ഞാൻ പറയാതിരിക്കുവോ മഹേട്ടാ? അവന്റെ പിണക്കമൊക്കെ മാറി. അതോർത്തിനി സങ്കടപ്പെടണ്ട. വാ, വന്ന് ആഹാരം കഴിക്കാം. അവമെല്ലാം കഴിച്ചായിരുന്നോ? രാത്രിയിലെ മരുന്ന് കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ഒക്കെ കൊടുത്തു. വാ, എനിക്ക് ഞാൻ ആദ്യം എന്റെ മോനെ ഒന്ന് കണ്ട് സോറി പറയട്ടെ. അച്ഛാ, അച്ഛൻ എന്താ കഴിക്കാൻ വരാഞ്ഞേ? മുത്തശ്ശി പറഞ്ഞല്ലോ, ഞാൻ അച്ഛൻ ഹോംവർക്ക് ചെയ്തതൊക്കെ തെറ്റിച്ചു ഒക്കെ പൊട്ടയാക്കി, അതുകൊണ്ടാ കഴിക്കാൻ വരാത്തേന്ന്. ആണോ അച്ഛാ? സോറി അച്ഛാ, ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല അച്ഛാ. ദേ, ഇത് കണ്ടോ? ഇതെനിക്ക് മുത്തശ്ശി എന്ന ബനാന ഫ്രൂട്ടാ. ഇത് അച്ഛനാ. എവിടെ അച്ഛന്റെ ഹോംവർക്കൊക്കെ? അച്ഛന്റെ ഹോംവർക്കൊക്കെ ഞാൻ ചെയ്തു തരട്ടെ. തെറ്റിക്കൂല. ഷട്ട് ഇട്ടു. മോനെ, ഒരിക്കലും ഞാൻ എന്റെ മോനെ ചീത്ത പറയില്ല. കേട്ടോ കേട്ടോ മോനെ, പ്രോമിസ്. അയ്യേ, അങ്ങനെയല്ല. കുട്ടികളെ ചീത്തയാവാതിരിക്കാനേ പാരന്റ്സ് വഴക്ക് പറയും. അത് കേട്ട് പിണങ്ങുന്ന കുട്ടികളെ ചീത്ത കുട്ടികൾ എന്ന് മുത്തശ്ശി എന്റെ അടുത്ത് പറഞ്ഞെന്നുണ്ടല്ലോ. അതെ, അച്ഛനും മോനും കൂടി ഇവിടെ ഇരുന്ന് സ്നേഹിക്കണ്ട. രണ്ടുപേരും വാ, മോൻ അച്ഛന്റെ കൂടെ ഇരുന്ന് ഒരു ചപ്പാത്തിയും കൂടി കഴിക്കണം. എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാവോ? എനിക്ക് ഉണ്ണിയപ്പം വേണം. ഒക്കെ തരാം. ആ, വാച്ചപ്പാ, വാച്ച. ആ, വാ. നല്ല വേദനയുണ്ടോ മുത്തശ്ശ? ഉണ്ട് മോളെ. മാറിക്കോളൂന്നേ. മുത്തശ്ശ, എനിക്കൊരു സ്കൂളിൽ നിന്ന് ഇന്റർവ്യൂവിനുള്ള മെയില് വന്നു. അതൊരു ഹാപ്പി ന്യൂസ് ആണല്ലോ. എപ്പോഴാ ഇന്റർവ്യൂ? മറ്റന്നാള് രാവിലെ. കൺഗ്രാറ്റുലേഷൻസ്. എനിക്കറിയായിരുന്നു ചേച്ചിക്ക് ഉടനെ തന്നെ ജോലി കിട്ടുമെന്ന്. അതിന് ജോലി കിട്ടിയില്ലല്ലോ, ഇന്റർവ്യൂ അല്ലേ. അതൊക്കെ എന്റെ ചേച്ചിക്ക് തന്നെ കിട്ടും. നോക്കിക്കോ മോളെ, ദൈവം ഒരു കൈ കൊണ്ട് തല്ലിയ മറു കൈ കൊണ്ട് തലോടും. അതങ്ങനെയാ. തല്ലൂട് തല്ലൂട്. കുട്ട, എണീറ്റോ? മുത്തശ്ശി എവിടെ പോവാ? ഞാൻ അമ്പലത്തിൽ പോയി വരാം കേട്ടോ. മുത്തശ്ശി, ഞാനും വരാം അമ്പലത്തിലേക്ക്. അവിടെ മാലാഖ ഉണ്ടാവും. എനിക്ക് മാലാഖയെ കാണണം. എനിക്ക് മാലാഖയെ കാണണം മുത്തശ്ശി. മാലാഖയും ദേവതയൊക്കെ അങ്ങ് മേഘമലയിലെ അമ്പലത്തിലല്ലേ? നമ്മൾ ഇവിടെ തിരുവനന്തപുരത്തല്ലേ? അതുമല്ല, നിന്നെയും കൊണ്ട് പോവാൻ മുത്തശ്ശിക്ക് ആവില്ല. ഇന്നലെ ഇവിടെ കാണിച്ച പോലെ മാലാഖ കാണുമെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയാ ഞാൻ എന്ത് ചെയ്യും? നിനക്ക് അമ്പലത്തിൽ പോണമെങ്കിൽ നിന്റെ അച്ഛനോട് പറ. മുത്തശ്ശിക്ക് വയസ്സായില്ലേ, നിന്നെ മേയ്ക്കാനുള്ള ആരോഗ്യമൊന്നും മുത്തശ്ശിക്കില്ല. എന്റെ മോനത് മനസ്സിലാക്ക്. എനിക്ക് ദൈവത്തിനെ കാണണം മുത്തശ്ശി. എനിക്ക് ഉറപ്പാ ദൈവം എനിക്ക് മാലാഖയെ കാണിച്ചു തരും. പ്ലീസ് മുത്തശ്ശി, ഞാൻ ഒരു കുരുത്തക്കേടും കാണിക്കൂല. മുത്തശ്ശി പറയണ എല്ലാം കേട്ട് കൂടെ നിന്നോളാം. പ്ലീസ് മുത്തശ്ശി, ഞാനും കൂടെ വരട്ടെ മുത്തശ്ശി. സാരമില്ല മോനെ, വാശി പിടിക്കാതെ ഞാൻ കൊണ്ടുപോവാം. വാശി പിടിക്കാതെ. അമ്മ ആവശ്യമില്ലാതെ റിസ്ക് ഒന്നും എടുക്കണ്ട.
ഇപ്പൊ ഇവൻ ഇങ്ങനെയൊക്കെ പറയും. അവിടെ ചെല്ലുമ്പോ തനിക്കോണം കാണിക്കുകയും ചെയ്യും. ഇല്ല മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയുടെ കൈ പിടിച്ച് കൂടെ നിന്നോളാം. പ്രോമിസ് പ്രോമിസ് പ്രോമിസ്. ഓ മായേ, നീ മഹിയോടും ജാനകിയോടും പറഞ്ഞേരെ, ഞാൻ ഇവനെ കൂടി കൊണ്ടുപോവാന്ന്. ദേ അവിടെ വെച്ച് വികൃതി വല്ലതും കാണിച്ച സുഖമില്ലാന്നൊന്നും നോക്കില്ല, നല്ല പെട വെച്ചേരും. സമ്മതിച്ചോ? ആ സമ്മതിച്ചു, നമുക്ക് പോവാം. വാ. അമ്മയോട് ഞാനാ പറയുന്ന വേണ്ടാന്ന്. അവിടെ ചെന്നിട്ട് നിർബന്ധം പിടിച്ച് അവൻ ഓടിപ്പോയാൽ അറിയാലോ, ഇത് സിറ്റിയാ. അവിടുന്ന് കാട്ടീന്നോ കുഴിയുന്നോ പിടിച്ചോണ്ട് വരുന്ന പോലെയല്ല. എന്തൊരു ട്രാഫിക്കാന്നറിയോ ഇവിടെ. വണ്ടിയുടെ ഇടയിൽ കൂടെങ്ങാണ് ഇറങ്ങി ഓടിയാ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ദേ മര്യാദക്ക് എന്റെ ഒപ്പം നിന്നില്ലെങ്കിലേ മേല നിന്നെ ഞാൻ എങ്ങോട്ടും കൊണ്ടുപോവില്ല. വൈദ്യമടക്കാര് പൂട്ടിയിട്ടതുപോലെ ഇവിടെ നിന്നെ ഞാൻ മുറിക്കകത്ത് പൂട്ടിയിടും. അമ്മ അവനെ ഇങ്ങ് വിട്ടേക്ക്, ഞാൻ ഇപ്പൊ തന്നെ മുറിക്കകത്തിട്ട് പൂട്ടിക്കോളാം. വാ മുത്തശ്ശി, നമുക്ക് പോവാം മുത്തശ്ശി. നീ ജാനകിയോട് പറഞ്ഞേരെ. ആഹാ, മുത്തശ്ശൻ അപ്പോഴേക്ക് റെഡിയായോ? 10 മണിക്കല്ലേ ഇന്റർവ്യൂ? ആ, നീ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചോ? ആ, എല്ലാം ദേ ആ ഫയലിലുണ്ട്. സ്കൂളിനി ഇവിടുന്ന് എത്ര ദൂരെയാണെന്ന് അറിയില്ലല്ലോ. പണ്ടെങ്ങാണ്ട് സ്കൂളിൽ നിന്ന് മ്യൂസിയം കോവളവും ഒക്കെ കാണാൻ വന്നതാ. എനിക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും ഒരു പിടിയുമില്ല. നമ്മൾ വന്നപ്പോ കണ്ടല്ലേ റോഡിൽ എന്തൊരു തിരക്കാ, എന്തോരം വണ്ടികളാ തലക്കും വിലക്കും പായുന്നത്. റോഡിലോട്ട് ഇറങ്ങാൻ തന്നെ പേടിയാകുന്നു. മുത്തശ്ശൻ പലതവണ വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? എത്ര തവണ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഓരോ തവണ വരുമ്പോഴും കാശുകാർ ഉടുപ്പ് മാറുന്ന പോലെ സിറ്റി മാറിക്കൊണ്ടിരിക്കുക. ആ, നമുക്കതായാലും ഒരു ഓട്ടോറിക്ഷ പിടിച്ചു പോകാം. അവർക്കാവുമ്പോ സ്കൂളിന്റെ പേര് പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം മുത്തശ്ശ. കഴിക്കാൻ നിന്ന സമയം പോകും. ഏയ്, സമയം ഇത്ര ആയതല്ലേ ഉള്ളൂ. അവിടെ ഇന്റർവ്യൂ എപ്പോ കഴിയുന്നൊന്നും പറയാൻ പറ്റില്ല. ആ ശരി, സമയം പോകും. നമുക്ക് നേരത്തെ ചെന്നിരിക്കാം. ചിലയിടത്ത് അവരാദ്യം സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി വെരിഫൈ ചെയ്ത് നോക്കും, എന്നിട്ടാവും ഇന്റർവ്യൂ. ഈ റോഡൊക്കെ ഒന്ന് ക്രോസ് ചെയ്യണമല്ലോ. സിറ്റിയിലെ റോഡുകൾ ക്രോസ് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ട്. ആ, വാ മോളെ. അയ്യോ മാലക, അയ്യോ മാലകേ, മാമ ഏഞ്ചല്, നിർത്ത് നിർത്ത്, കാറ് നിർത്ത്, നിർത്ത് നിർത്ത്, കാറ് നിർത്ത് മാമ. മുത്തശ്ശി മുത്തശ്ശി കാറ് നിർത്താൻ പറ. മുത്തശ്ശി കാറ് നിർത്താൻ പറ മുത്തശ്ശി. മാലാഖയോ? നിനക്ക് തോന്നിയതാ മോനെ? അല്ല മുത്തശ്ശി, നീ അവിടെ അടങ്ങിയിരിക്കെ. മാലകേ മുത്തശ്ശി. നമുക്ക് അമ്പലത്തിൽ പോയിട്ടേ ദൈവത്തിനോട് പറയാം, മാലാഖയെ കാട്ടിത്തരാം. ഇല്ല മുത്തശ്ശി, ഞാൻ കണ്ടതാ. ദാ നോക്ക്, അവിടെ ഉണ്ട്. കാറ് നിർത്ത് മുത്തശ്ശി, ഇല്ലെങ്കിൽ ഞാൻ ചാടുവേ. മോനെ അടങ്ങിയിരിക്കെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. മുത്തശ്ശി നിർത്താൻ പറ മുത്തശ്ശി, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങും. ഷോ, നിർത്ത് നിർത്ത്. അയ്യോ, സാംകുട്ടി വേഗം ചെല്ല്. ഷോ, എന്റെ ഈശ്വര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.